സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന ശബ്ദമുയർത്തി സ്തുതിക്കട്ടെ. എല്ലാവരും ശബ്ദമുയർത്തി സ്തുതിക്കട്ടെ. സ്വരമുയരട്ടെ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ജനത്തിന്റെ മേൽ കരുണയാകണേ, കരുണയാകണേ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. Hallelujah. 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 യേശുവിലെ സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മുടെ വിശുദ്ധിക്ക് ഏറ്റവും തടസ്സമായി നിലനിൽക്കുന്ന നമ്മളിലുള്ള ബന്ധനം ക്ഷമിക്കാത്ത അവസ്ഥയാണ് എന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു. ആരെല്ലാം ക്ഷമിക്കുവാൻ തയ്യാറാകുന്നോ അവരെല്ലാം വിശുദ്ധിയിലേക്ക് കടന്നു വരികയാണ്. ആർക്കെല്ലാം ക്ഷമിക്കാൻ സാധിക്കാതെ പോകുന്നുവോ അവരെല്ലാം അശുദ്ധിയിലേക്ക് വീണു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വിരോധമുണ്ട്, വെറുപ്പുണ്ട്, ശത്രുതയുണ്ട്. അതെല്ലാം നമുക്ക് അവരോട് ക്ഷമിക്കാം. ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ യേശു നമ്മളോട് പറഞ്ഞ ആ വചനം നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർക്കണം. നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുവിൻ, നിങ്ങളുടെ ശത്രുക്കളെ അനുഗ്രഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുക. നമുക്ക് നമ്മളെ വേദനിപ്പിച്ചവരെയും ദുഃഖം തന്നവരെയും നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അപമാനമോ വേദനയോ തന്ന എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ കൃപയാണ് ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒത്തിരിയേറെ കഷ്ടതകൾ അനുഭവിച്ച, വേദന അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പൂർവ്വ യൗസേപ്പ്. യൗസേപ്പിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 45-ാം അധ്യായത്തിൽ നമ്മൾ ജോസഫിനെ കാണുകയാണ്. തൻ്റെ സഹോദരന്മാർ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ജോസഫ്, ആ ജോസഫ് ഈജിപ്തിൻ്റെ സർവാധികാരിയായിട്ട് വാഴുമ്പം ഇതാ സഹോദരന്മാർ തന്നെ ദ്രോഹിച്ച, തന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിക്കളഞ്ഞ് ഈജിപ്തുകാർക്ക് വിറ്റ ആ മനുഷ്യർ ഇതാ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവരോട് പ്രതികാരം കാണിക്കാനും അവരെ ഒരു പാഠം പഠിപ്പിക്കാനും എല്ലാം ഏറ്റവും നല്ല അവസരമായി ഇതാ ജോസഫിന് തൻ്റെ സഹോദരന്മാരെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്.
എന്നാൽ ജോസഫ് ആ നിമിഷം അവരോട് പകരം വീട്ടാനോ അവരെ പാഠം പഠിപ്പിക്കാനോ അവൻ മുതിർന്നില്ല. മറിച്ച് ധാന്യമില്ലാത്ത രാജ്യത്ത് നിന്ന് ധാന്യം വാങ്ങാനായിട്ട് ഈജിപ്തിൽ വന്ന തൻ്റെ സഹോദരന്മാരോട് അനുകമ്പയും സ്നേഹവും കാണിക്കുകയാണ് ജോസഫ് ചെയ്തത്. Praise the Lord. Praise the Lord. Hallelujah. 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 അവരോട് ജോസഫ് ഇപ്രകാരമാണ് പറയുക. 45-ാം അധ്യായം 4-ാം വചനം പറയാണ്, അവൻ അവരോട് എൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നോക്കുക, ജോസഫിന്റെ മനസ്സ് നോക്കുക. തനിക്കുണ്ടായ ദുരിതം പോലും, തനിക്കുണ്ടായ സഹനം പോലും ദൈവഹിതത്തിന്റെ മുന്നിൽ കാണാനുള്ള വലിയ കഴിവ് ദൈവം ജോസഫിന് കൊടുത്തു. അപ്പോൾ വിരോധവും വെറുപ്പും കാണിക്കേണ്ടിയിരുന്ന സമയത്ത് വിരോധമോ വെറുപ്പോ കാണിക്കുകയല്ല ജോസഫ് ചെയ്തത്. മറിച്ച് അവരോട് അനുകമ്പ കാണിച്ചുകൊണ്ട്, നിങ്ങൾ എന്നെ വിറ്റതിനെ ഓർത്ത് ഇപ്പം ആകുലപ്പെടേണ്ട, അസ്വസ്ഥരാകണ്ട. മറിച്ച് അതിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. എന്താണത്? ക്ഷാമത്തിൻ്റെ ഈ കാലത്ത് ജീവൻ നിലനിർത്താൻ വേണ്ടി നിങ്ങളിലൂടെ ദൈവം എന്നെ മുൻപേ ഈജിപ്തിലേക്ക് അയച്ചതാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിങ്ങൾ എന്നെ പൊട്ടക്കണറ്റിൽ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ എന്നെ ഈജിപ്തുകാർക്ക് വിറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കാർക്കും ഈ ക്ഷാമത്തിന്റെ കാലത്ത് ധാന്യം ലഭിക്കുമായിരുന്നില്ല. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ഒരു മനസ്സാണ് നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നമുക്കുണ്ടായിട്ടുള്ള എല്ലാ അധിക്ഷേപങ്ങളും, നമുക്കുണ്ടായിട്ടുള്ള എല്ലാ അപമാനങ്ങളും, പ്രിയപ്പെട്ടവരെ, ദൈവം കൂടി അറിഞ്ഞാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അത് ദൈവം അറിഞ്ഞാണ് സംഭവിച്ചതെങ്കിൽ ആ അപമാനത്തിലും ആ വേദനയിലും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു മേഖലയുണ്ടെന്നും ദൈവം അതിനെ നന്മയാക്കി മാറ്റുമെന്നും നമ്മളെല്ലാം തിരിച്ചറിയുക. Praise the Lord. Praise the Lord. Hallelujah. 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 നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ തിന്മകളെയും നന്മയാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. Praise the Lord. Praise the Lord. Hallelujah. 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 അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വേദനകളെയോ ദുഃഖങ്ങളെയോ തകർച്ചകളെയോ യാതനകളെയോ ഓർത്ത് അതിന് കാരണമായവരെ ശപിക്കുകയും പഴിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന മനസ്സ് ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. Praise the Lord. Praise the Lord. അതെല്ലാം നമുക്ക് ദൈവം അനുഗ്രഹമാക്കാൻ വേണ്ടിയാണ് ആ വേദന, ആ ദുഃഖം, ആ തകർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. Praise the Lord. Praise the Lord. Hallelujah. 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 ജോസഫിന്റെ ജീവിതം നോക്കിയാൽ ജോസഫിന്റെ ജീവിതം മുഴുവൻ വലിയ സഹനങ്ങളായി. സ്വന്തം സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു, പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടു. അവൻ ഈജിപ്തുകാർക്ക് വിൽക്കപ്പെട്ടു. ഈജിപ്തിൽ അവിടെ പൊത്തിഫറിന്റെ വീട്ടില് അവൻ ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി. അവിടെ അവൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ
അവൻ്റെ യജമാനത്തിക്ക് അവനോട് ആസക്തി തോന്നുക, അവനോടൊത്ത് പാപം ചെയ്യാൻ ആഗ്രഹിച്ച് അവനെ പ്രലോഭിപ്പിക്കുക. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച നല്ലവനായ ജോസഫ് ആ സ്ത്രീയുടെ ദുരാശകൾക്ക് വഴങ്ങിക്കൊടുക്കാത്തത് മൂലം എന്ത് സംഭവിച്ചു? അവളിൽ നിന്നും അവന് തിക്താനുഭവമുണ്ടായി. അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗ്രഹത്തിലും അവൻ ആ സഹനം സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോൾ ദൈവം അവൻ്റെ മേൽ അനുഗ്രഹം ചൊരിയുകയാണ്. അവനിലൂടെ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്ന ഓരോ മകനും മകളും അനുഗ്രഹിക്കപ്പെടാൻ ദൈവം അവനെ ഉപകരണമാക്കി. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവം അവന് അനുഗ്രഹമായിട്ട് മാറാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനിലൂടെ അനേകര് അനുഗ്രഹിക്കപ്പെടാനായിട്ട് കർത്താവ് ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് അനുഗ്രഹമായിട്ട് മാറണം എന്നാണ്. കേവലം നമുക്ക് അനുഗ്രഹമാകുക എന്നതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരാ, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ അനേകര് ആരൊക്കെ നമ്മൾ കാണുന്നുവോ, ആരൊക്കെ നമ്മൾ സമീപിക്കുന്നുവോ, അവരെല്ലാം അവർ നമ്മുടെ ജീവിതം വഴിയായി അനുഗ്രഹിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-3 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്തിട്ട് അവനോട് പറഞ്ഞു, നീ നിന്റെ നാടും വീടും നിന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക. അങ്ങനെ നീ പോയാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 തുടർന്ന് കർത്താവ് അവനോട് പറയാണ്, നീ മൂലം ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടേണ്ടതിനു വേണ്ടിയാണ് ദൈവം അബ്രാഹത്തെ തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ ജോസഫ് എന്ന് പറഞ്ഞ അബ്രാഹത്തിന്റെ കൊച്ചുമകൻ. ആ കൊച്ചുമകൻ ഒത്തിരി സഹനങ്ങൾ അനുഭവിച്ചു. ആ സഹനങ്ങളുടെ നടുവിലും സഹനം അവൻ അനുഭവിക്കും തോറും അവന്റെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവർക്കും അവൻ അനുഗ്രഹമായിട്ട് മാറുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ ജീവിതങ്ങള് അനുഗ്രഹങ്ങളായിട്ട് മാറും. ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചു എന്ന് ഇരുന്നോട്ടെ, ആ ദ്രോഹിച്ച വ്യക്തിയോട് വെറുപ്പോ വിരോധമോ കാണിക്കുമ്പോൾ, അവരോട് നമ്മൾ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ നമ്മളെ പിശാച് ഉപയോഗിക്കും. മറിച്ച് ഞാൻ അവരോട് ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാകുമ്പോൾ അവിടെ ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 തന്നെ വേദനിപ്പിച്ചവരോടൊക്കെ ജോസഫ് ക്ഷമിച്ചു. പൊത്തിഫറിന്റെ ഭാര്യ പൊത്തിഫർ, അവര് ജോസഫിനെ ദ്രോഹിച്ച മനുഷ്യരാണ്. അവന്റെ വരവോടെ പൊത്തിഫറിന്റെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. എന്നിട്ടും പൊത്തിഫറിന്റെ ഭാര്യ അവനെ ദ്രോഹിക്കാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ,
എന്നാൽ ജോസഫ് പൊത്തിഫറിന്റെ ഭാര്യയ്ക്കോ അവന്റെ കുടുംബത്തിനോ ഒരു ദ്രോഹം വരുത്തിയില്ല. അവരുടെ നന്മ മാത്രം ആഗ്രഹിച്ചു. അവൻ അവിടെ നിന്ന് അയക്കപ്പെട്ട പോലെ കാരാഗ്രഹത്തിൽ കിടന്നു, വേദന അനുഭവിച്ചു. അവൻ അവരോട് വെറുപ്പ് കാട്ടാതെ അവൻ അതെല്ലാം സഹിച്ചപ്പോൾ അവനെ ദൈവം വീണ്ടും അവനോടൊപ്പം തടവിൽ കഴിഞ്ഞിരുന്ന തടവുകാർക്ക് അനുഗ്രഹമായിട്ട് മാറാനും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കാനും ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് അവനിലൂടെ ഈജിപ്ത് എന്ന് പറഞ്ഞ ദേശം മുഴുവനും ഫറവോ രാജാവും ഒക്കെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇടയായി. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങിയാൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും. നമ്മളോടൊപ്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. Praise the Lord. Praise the Lord. Hallelujah. 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 കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വേദന തന്ന എല്ലാ മക്കളോടും ഞങ്ങളിതാ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. അവരോട് പൊറുക്കാനും അവരോട് ക്ഷമിക്കാനും അവരെ അനുഗ്രഹിക്കാനും എനിക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 എൻ്റെ പക്കലേക്ക് നീട്ടാം. യേശു നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിക്കുന്നു. കാൽവരിയിൽ കിടന്ന് കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ച യേശു ഇതാ നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. യേശു പിടഞ്ഞ് മരിച്ച ആ നിമിഷം അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. യേശു കാൽവരിയിൽ കിടന്ന് തനിക്ക് വേദന തന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ക്ഷമാശീലനായ കർത്താവിനെ നോക്കി നമുക്കും ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടിക്കൊണ്ട് ആരെല്ലാം ഈ ജീവിതത്തിൽ ഇന്നോളം നമ്മളെ വേദനിപ്പിച്ചു അവരെല്ലാം ഞാനും അനുഗ്രഹിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ. 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 എല്ലാവരും ചേർന്ന് പാടുക. ഹൃദയം തവ ഹൃദയം പോലെയാകണേ. കഠിനമാമിൻ ഹൃദയം തവ ഹൃദയം പോലെയാകണേ. കൈകളും ഉയർത്തി ക്ഷമാശീലനാമിന്നേശുവേ, ശാന്തശീലനാമിന്നേശുവേ, ക്ഷമാശീലനാമിന്നേശുവേ, ശാന്തശീലനാമിൻ യേശുവേ. ഹല്ലേലൂയ. 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 ക്ഷമാശീലനായ യേശുവേ, ക്ഷമിക്കാൻ കൃപ തരണമേ, അനുഗ്രഹിക്കാൻ കൃപ തരണമേ. ഞങ്ങൾക്ക് വേദന തന്ന എല്ലാവരെയും അനുഗ്രഹിക്കാൻ
കൃപ തരണമേ, കൃപ തരണമേ, അഭിഷേകം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശീലനാമൻ യേശുവേ ശുഭാശീലനാം യേശുവേ എല്ലാവരും ചേർന്ന് ശാന്തശീലനാമൻ യേശുവേ ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ശുഭാശീലനാം യേശുവേ ശാന്തശീലനാമൻ യേശുവേ. Praise the Lord. Praise the Lord. Hallelujah. 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 ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ലിവർ സംബന്ധമായ രോഗമുള്ള 2 പേർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വയറിന് നല്ല സുഖമില്ലാത്ത 10 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈകാലുകൾക്ക് വേദന, മരവിപ്പ് ഇതൊക്കെയുണ്ട്. എന്നാൽ ആ വേദനയും മരവിപ്പെല്ലാം ഈ സമയത്ത് തന്നെ കർത്താവ് എടുത്തു മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ കൈകാലുകളുടെ മരവിപ്പ് കുറഞ്ഞ ആൾക്കാർ, വേദന മാറിപ്പോയ ആൾക്കാർ, അവർക്കെല്ലാം ഒന്ന് കൈ ഉയർത്താവോ? അങ്ങനെ അനുഭവിക്കുന്നവരൊന്ന് കൈ ഉയർത്തി കൈവീശി കാണിക്കാവോ? 1 2 3 4 5 6 7 8 9 പേര്, 10 പേര് ഇവിടെ നിൽപ്പുണ്ട്. അവരെ കർത്താവിന് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്യാൻസർ ബാധിച്ച 3 വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. അവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈയടിച്ച് യേശുവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിവാഹം നടക്കുന്നില്ല എന്ന ദുഃഖത്തിൽ കഴിയുന്ന ചില മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ, അതുപോലെ അങ്ങനെ ദുഃഖമുള്ള ചില വ്യക്തികൾ ഇവിടെയുണ്ട്. അവരുടെ കാര്യത്തിൽ, അത്തരമുള്ള 7 പേരുടെ കാര്യത്തിൽ കർത്താവ് ഉടൻ തന്നെ ഇടപെടുന്നു എന്ന് കർത്താവ് അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് വിൽപ്പന നടക്കണില്ല. ഇതാ കർത്താവ് നിങ്ങളുടെ സ്ഥലം വിൽപ്പനയുടെ കൃപ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൊണ്ടയിൽ പഴുപ്പ്, തൊണ്ടയിൽ വേദനയുള്ള 2 പേർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. കർത്താവിന്റെ വലിയ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടിയും നൽകിയ അനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് ഇന്ന ദിവസം ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മുൻപിൽ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകുവാൻ വേണ്ടി ഇവിടെ വന്ന് 7 ചൊവ്വാഴ്ച യൂദാസ് ലിഹായുടെ നൊവേന കൂടിയേക്കാമെന്ന് നേർന്നതിന്റെ ഫലമായി ഈശോ ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കരമടിച്ച് നന്ദി പറഞ്ഞ ഈശോയ്ക്ക് കരമടിച്ച് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 4 വർഷമായിട്ടും കുഞ്ഞില്ലായിരുന്നു. പിന്നെ എൻ്റെ മകനെ ഒരു നല്ല ജോലി
കിട്ടുവാണെങ്കിൽ ഞാൻ കുർബാനയിൽ പങ്കെടുത്ത് നൊവേന കൂടിയേക്കാം എന്ന് നേർന്നതിന്റെ ഫലമായി യൂദാസ്ലിഹായുടെ സാന്നിധ്യത്താൽ സഹായത്താലും ഈശോ നല്ല ജോലി കൊടുത്ത് ഈ കുടുംബത്തെ സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിച്ചു. നല്ലൊരു കയ്യടി കൊടുത്ത് ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം ഈ ആലയത്തിലൂടെ ചൊരിയപ്പെടുന്നുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് സാക്ഷി നൽകാത്ത അനുഗ്രഹങ്ങളുണ്ട്, സാക്ഷി നൽകുന്നതുണ്ട്. പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ബിനയ്. ഞാൻ +2 നല്ല മാർക്ക് ലഭിക്കുന്നതിനുമായി ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ഈശോ ഉന്നത വിജയം നൽകി അനുഗ്രഹിച്ചു. നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുവാനും ഇടയാക്കി. പ്രാർത്ഥന ശ്രവിച്ച് അനുഗ്രഹം തന്ന ചുരിഞ്ഞ ദൈവത്തിന് 1000 നന്ദി. ഹല്ലേലൂയാ. പോരാ, നന്നായി കരങ്ങളടിക്കണം, നന്നായി അടിക്കണം. ഈശോയ്ക്ക് നന്ദി. ഈശോയുടെ കരുണയുടെ തിരുനാൾ ദിനം ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഉറക്കം നഷ്ടപ്പെട്ട കുറെ മക്കൾക്ക് രാത്രിയിൽ നന്നായി ഉറങ്ങുവാനുള്ള കൃപ ഈശോ നൽകുന്നുവെന്ന്. എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാറില്ല. ഞാൻ ഒരു ഷുഗർ പേഷ്യൻ്റാണ്. അന്ന് മുതൽ ഈശോ എനിക്ക് നന്നായി ഉറങ്ങുവാനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചു. കരുണ കാണിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിന് 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിൽ ഉറക്കം കിട്ടാതിരുന്ന ഒരുപാട് മക്കൾക്ക് കരുണയുടെ തിരുനാളിന് ആരാധന സമയത്ത് ജോണച്ചൻ പറഞ്ഞിരുന്നു, മക്കൾക്ക് ഉറക്കം കിട്ടാത്തവർക്ക് കർത്താവ് ഉറക്കം നൽകുന്നുവെന്ന്. അന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആ മകനെ ദൈവം അനുഗ്രഹം നൽകി, ഉറക്കം നൽകി അനുഗ്രഹിച്ചു. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി. അടുത്ത സാക്ഷ്യം. എൻ്റെ പേര് 10 വർഷമായി വിൽപ്പന തടസ്സം നേരിട്ട സ്ഥലത്തിന്റെ തടസ്സം മാറ്റി ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ യേശുനാമത്തിൽ കച്ചവടം നടക്കുമെന്ന് പറഞ്ഞ് അന്ന് തന്നെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഒരാൾ ഞങ്ങൾ ഇവിടെ കൗൺസിലൂടെ അടുത്ത് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വന്നു. അന്ന് തന്നെ സ്ഥലം ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. ഞാനിതിൻ്റെ കാര്യം ഇതാണ്. 10 വർഷമായിട്ട് അവരുടെ സ്ഥലം വിൽപ്പന നടക്കുന്നില്ല. അച്ഛനോട് ജോണച്ചന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, യേശുനാമത്തിൽ കച്ചവടം നടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പറഞ്ഞ വാക്കിതാണ്, യേശുനാമത്തിൽ കച്ചവടമാണ്. അവർക്ക് പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട് ഇതില്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് അവർക്കൊരു കോൾ വരുന്നത്, ഒരു ഫോൺ കോൾ വരുന്നത്. ഫോൺ എടുത്തു. എന്ത് സംഭവിച്ചു? അവരുടെ സ്ഥലം 10 വർഷമായിട്ട് വിൽക്കാതിരുന്ന സ്ഥലം അന്ന് ചൊവ്വാഴ്ച ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കോള് വരികയും ആ കോള് എടുത്ത് അപ്പോൾ തന്നെ ചെന്ന് സംസാരിച്ചു. അവര് ടോക്കൺ കൊടുത്ത് അവരുടെ സ്ഥലം വിൽപ്പനയായി റെഡിയായിരിക്കുന്നു. ഹല്ലേലൂയ. നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഏറ്റെടുക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും ദൈവം ഇടപെടുന്നത് അങ്ങനെയാണ്. കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കലെത്തുന്നത് വരെ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആവാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷോൾഡർ പെയിൻ, രാത്രി കിടന്നിറങ്ങാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള സഹോദരങ്ങൾ ഷോൾഡറിൻ്റെ ബുദ്ധിമുട്ട് മാറിയോ എന്ന് പരിശോധിച്ച് നോക്കുക. വിട്ടുമാറിയെങ്കിലൊന്ന് കൈയുയർത്തി സാക്ഷ്യപ്പെടുത്താവോ? എല്ലാവരും ഇരിക്കുക. സുഖപ്പെട്ടവർ മാത്രം കൈയുയർത്തി നിൽക്കുക. ഒരു സഹോദരൻ, ഒരു സഹോദരി, രണ്ടുപേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയുക. മൂത്രസംബന്ധമായ വ്യാധികൾ ഉള്ള രണ്ടുപേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളില്ല എന്ന ദുഃഖത്താൽ പ്രാർത്ഥിക്കുന്ന ഒരു മകളെ കർത്താവ് കാണിക്കുന്നു. ആ മകളെ കർത്താവ് ഈ ദിവസത്തെ ശുശ്രൂഷയിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മാവിലാരാധന, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. തീയാലഭിഷേകമേ, ആത്മാവിലാരാധന, തീയാലഭിഷേകമേ, അഗ്നിയാലഭിഷേകം ചെയ്തിടുക. നിന്റെ ദാസന്മാർ ജോലിച്ചിടട്ടെ. ദാസന്മാർ നിറയ്ക്കട്ടെ, ദീനങ്ങൾ നിറയ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ. രാജ്യങ്ങൾ വിറയ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ. ദാസന്മാർ പുറപ്പെടട്ടെ. രാജ്യങ്ങൾ വിറയ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ. ദാസന്മാർ പുറപ്പെടട്ടെ. ആത്മാവിൽ ആരാധന, അരികിലേക്ക് വരുന്ന യേശുവിനെ അഭിഷേകത്തിൽ ജ്വലിക്കാൻ യേശുവേ. ആത്മാവിൽ ആരാധന, എല്ലാവരും കരങ്ങളടിച്ച് പാടുകോ. ശക്തിയോട് അഭിഷേകം നിറയാൻ എന്റെ അരികിലേക്ക് കടന്നു വരുന്ന യേശുവിന്റെ അഭിഷേകം സ്വീകരിക്കാൻ കർത്താവേ, നിന്റെ ആത്മാവിൽ ഞാൻ ജ്വലിക്കപ്പെടാൻ, ഈ രാജ്യം മുഴുവനും നിന്റെ അഭിഷേകത്തിൽ ജ്വലിക്കാൻ, യേശുനാമത്തിൽ ശക്തി കിട്ടുവാൻ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ.
ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു. ആത്മാവിൽ ആരാധന തീയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന തീയാൽ അഭിഷേകമേ. ചേർന്ന് രോഗങ്ങൾ മാറുന്നു, ക്ഷീണങ്ങൾ നീങ്ങുന്നു യേശുവിൻ നാമത്തിനാൽ. രോഗങ്ങൾ മാറുന്നു, ക്ഷീണങ്ങൾ നീങ്ങുന്നു യേശുവിൻ നാമത്തിനാൽ. ആത്മാവിൽ ആരാധന തീയാൽ അഭിഷേകം. എല്ലാവരും ചേർന്ന ആത്മാവിൽ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.